ലബ്നാനിലെ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ചർച്ചയായി ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെ മരണം. റയീസിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം ആസൂത്രിതമായി നടപ്പിലാക്കിയതാണെന്ന സംശയമാണ് ഉയരുന്നത്. ഇറാൻ പാർലമെന്റ് അംഗം അഹമ്മദ് ബക്ഷേഷ് അർദിസ്ഥാനി ഇത്തരമൊരു സംശയം ഉന്നയിച്ചതായാണ് യൂറോപ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാനിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ സൈന്യത്തിന്റെ അറിവോടെയാണ് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പേജറുകൾ വാങ്ങിയത്. ഇത്തരമൊരു പേജർ റയീസിയും ഉപയോഗിച്ചിരുന്നു. ഇത് പൊട്ടിത്തെറിച്ചാവാം ഹെലികോപ്റ്റർ അപകടമുണ്ടായതെന്ന് അർദിസ്ഥാനി ആരോപണം ഉന്നയിക്കുന്നു. ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. റയീസി പേജർ ഉപയോഗിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 2024 മെയ് 20-നാണ് ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റയീസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. അസർബൈജാൻ അതിർത്തിയിലെ അറസ് നദിയിലെ 2 അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴായിരുന്നു അപകടം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാൻ നിയോഗിച്ച കമ്മീഷൻ ഈ മാസം ആദ്യം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത്. എന്നാൽ അപകടത്തിന് പിന്നിൽ ഇസ്രായേലിന് പങ്കുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ മുമ്പും ഉയർന്നിരുന്നു. ലബ്നാനിൽ നടന്ന പേജർ വോക്കി ടോക്കി സ്ഫോടനത്തിൽ 30 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം. പേജറുകളും വാക്കി ടോക്കികളും നിർമ്മാണത്തിനിടെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയായിരുന്നുവെന്നാണ് സൂചന. ഇത്തരത്തിലൊരു പേജർ സ്ഫോടനത്തിലാകാം ഹെലികോപ്റ്റർ തകർന്നതെന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമാകുന്നത്.